വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ മുതൽ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ നിയമത്തിലും പിറവി പ്രവചനത്തിലും ദൈവവിളി വിവരണത്തിൻ്റെയും ഘടകങ്ങൾ ഇവിടെ ലൂക്ക വിവരിക്കുകയാണ്. ഒരു ദൗത്യം നിറവേറ്റുവാൻ ആളുകളെ ദൈവം വിളിച്ച് നിയോഗിക്കുന്നതിൻ്റെ വിവരണങ്ങളാണ് ദൈവവിളി വിവരണങ്ങൾ. മോശയെ ദൈവം വിളിക്കുന്നു, ഒരു ദൗത്യം നിറവേറ്റുവാനാണ്. ഈജിപ്തിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു, നീ അവരെ വിടുവിക്കുവാൻ പോകണം. മോശയുടെ കുറവുകളൊക്കെ ഉണ്ടായിട്ടും നിറവുള്ള ദൈവത്തിൻ്റെ ശക്തമായ വാക്കുകൾ കേട്ട് അതിശക്തനായ ഫറവോൻ്റെ അടുത്ത് എന്ന് അത്ഭുതങ്ങൾ 10 പ്രവർത്തിച്ച് കഠിന ഹൃദയനായ ഫറവോൻ്റെ ഹൃദയം അരിയുന്നില്ല. ഫറവോൻ്റെ ആദ്യജാതൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് വരുന്ന മോശയെ നാം കാണുന്നു. സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ മോശയ്ക്ക് ശക്തിയായി നിൽക്കുകയാണ്. മരുഭൂമിയുടെ തിക്തമായ അനുഭവം, ചെങ്കൽ കടക്കുന്ന അനുഭവം, ഇവയിലൂടെയൊക്കെ എത്ര അത്ഭുതകരമായി ആ ദൗത്യം നിറവേറ്റുവാൻ ദൈവം കൂടെയുണ്ട്, കൂടെയിരുന്ന് നടത്തുന്നവനാണെന്നുള്ള ആ ബോധ്യം നൽകുകയാണ്. യേശയ്യാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായി ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ മത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടിയാണ് തൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. ജെറമയായെ സംബന്ധിച്ചിടത്തോളവും
നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ വേർതിരിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇടിച്ചു തകർക്കുവാനും കെട്ടിയെടുക്കുവാനും ചെങ്കുത്തായതിനെയൊക്കെ നിരപ്പാക്കുവാനും തമ്പുരാൻ്റെ ദൗത്യം നിറവേറ്റുവാനുമായി അയക്കപ്പെട്ട ഒരു വ്യക്തിയായി ജെറമിയ മാറുകയാണ്. ഇങ്ങനെ ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദാനം യേശുക്രിസ്തുവാണ്. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു രക്ഷകൻ ജനിക്കും എന്നുള്ള സൂചന ദൈവം നൽകിയുണ്ടായി. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് രക്ഷകൻ കടന്നു വരുന്നത് എന്നുള്ള സൂചനയും ഇവിടെ നമുക്ക് നൽകുകയാണ്. ആ രക്ഷകനെ കന്യകയായ മറിയം പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് പ്രസവിച്ചു. അതിനാൽ ഗർഭധാരണത്താലേ അവൻ ദൈവപുത്രനത്രേ. മംഗളവാർത്തയിലെ കേന്ദ്ര പ്രമേയം യേശുവിൻ്റെ ജനനം ഗബ്രിയേൽ ദൈവദൂതൻ അറിയിക്കുന്നത് ശിശുവിൻ്റെ അമ്മയായ മറിയത്തോടാണ്. എന്നാൽ ഇതേ ദൈവദൂതൻ യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ ജനിക്കും എന്ന് അറിയിച്ചത് അവൻ്റെ അപ്പൻ സക്കറിയായോടാണ്. സക്കറിയായുടെ അരുളപ്പാട് ഉണ്ടായത് യഹൂദരുടെ രാഷ്ട്രീയ സാമൂഹിക കേന്ദ്രമായ ജെറുസലേം ദേവാലയത്തിലാണ്, ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതും നമുക്കറിയാം. മറിയത്തോടുള്ള വാർത്ത നടക്കുന്നത് അപ്രസക്തമായ നസറസ് എന്ന ഗ്രാമത്തിലാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായിരുന്നു മറിയം. ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൾ. ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം തുണയാകട്ടെ, ദൈവം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം തുണയാകട്ടെ, ദൈവം നൽകട്ടെ. മറിയം എന്ന വാക്കിന് ശ്രേഷ്ഠത എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം തുണയായ വ്യക്തിക്ക്, ദൈവം നൽകുന്ന വ്യക്തിക്ക്, മറിയത്തിന് ഒരു ശ്രേഷ്ഠത ദൈവം നൽകുവാൻ പോവുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിനാൽ ശിശു നിയമപ്രകാരം ജോസഫിൻ്റെ മകനാകും. ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. ആ നിലയ്ക്ക് അവളുടെ മകൻ നിയമപരമായി ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായി മാറുന്നതിനാൽ ദാവീദിൻ്റെ പുത്രനാകും എന്ന് ഉള്ള സൂചനയും അവിടെ നൽകുകയാണ്. എങ്കിലും ആ ജനന സംഭവ വിവരത്തിൽ ലൂക്കാ പ്രാധാന്യം നൽകിയിട്ടുള്ളത് യേശുവിൻ്റെ മാനുഷികമായ ജനനത്തിലാണ്. ജോസഫ് എന്ന പുരുഷനുമായി വർണ്ണന അതാണ് സൂചിപ്പിക്കുന്നത്. ദൈവപുത്രൻ കന്യകയായ മറിയത്തിൽ നിന്ന് മനുഷ്യകുലത്തിൽ ഒരംഗമായി ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കും. മറിയത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഗബ്രിയേൽ ദൂതൻ തന്നെ നേരിട്ട് സന്ദേശം നൽകുന്നു, സമയസൂചന നൽകുന്നു. 6-ാം മാസത്തിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്കിത് 6-ാം മാസമാണ് എന്ന് പറയുമ്പോൾ എലിസബത്തിൻ്റെ ഗർഭധാരണത്തിൻ്റെ 6-ാം മാസം ദൂതൻ്റെ അഭിവാദനം എന്തായിരുന്നു? അഭിവാദനം കൃപ നിറഞ്ഞവളെ എന്നാണ് അവളെ അഭിസംബോധന ചെയ്തത്. കൃപയാൽ നിറയപ്പെട്ടവൾ. ആ കൃപയാൽ നിറയപ്പെടുവാനുള്ള കാരണം എന്താണ്? ദൈവം അവളോട് കാണിച്ച കാരുണ്യമാണ്. അവളോട് കാരുണ്യം കാണിക്കുവാനുണ്ടായ പശ്ചാത്തലം എന്താണ്? പണ്ട് പല പ്രകാരത്തിൽ നമ്മോട് സംസാരിച്ച ദൈവം പ്രവാചകന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു. വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവിനെന്നുള്ള സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നു.
പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ മനുഷ്യൻ അകന്നു പോയപ്പോഴാണ് ഒരു മനുഷ്യന് നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത്. ആ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ അവളുടെ മേൽ ചൊരിയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവളോട് കൂടി എന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതനായ ഗബ്രിയേൽ അവളെ അറിയിക്കുകയാണ്. ഒരു സാധാരണ അഭിസംബോധനയല്ല. സ്വസ്തി ഖൈറെ എന്ന ഗ്രീക്ക് പദം ഒരു സാധാരണ അഭിസംബോധനത്തെ അല്ല. പിന്നെയോ സന്തോഷിക്കൂ എന്നാണ് ഖൈറയുടെ അക്ഷരാർത്ഥം. സന്തോഷിക്കുക, കൃപ നിറഞ്ഞവളെ സന്തോഷിക്കുക, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, അതുകൊണ്ട് നീ സന്തോഷിക്കുക. കാരണം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന രക്ഷ നിന്നിലൂടെ ലോകത്തിൽ ലഭിക്കുവാൻ പോവുകയാണ്. നീ രക്ഷകനെ പ്രസവിക്കുവാൻ പോവുകയാണ്. സമീപത്ത് ആ രക്ഷ എത്തിയതിനാൽ നീ സന്തോഷിക്കുക എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. പ്രവചിതമായ രക്ഷയുടെ പൂർത്തീകരണം ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവളെ എന്ന് അതിനെ എടുത്തു പറയുന്നത്. ഖാരിസ്, കൃപ എന്ന വാക്കിൽ നിന്നാണത് ഉത്ഭവമായത്. അപ്പോൾ കൃപ ലഭിച്ചവളെ എന്ന് അമ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ കൃപയാൽ രൂപാന്തരീകൃതമായിട്ടുള്ളവളെ എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കൃപയാൽ രൂപീകൃതമായവൾ. ദൈവം മറിയത്തെ കൃപയാൽ രൂപാന്തരപ്പെടുത്തി അതിനുള്ള വഴിയൊരുക്കുകയാണ്. മറിയത്തെ കൃപയാൽ പാപരഹിതയാക്കി ദൈവം സൂക്ഷിച്ചു. കർത്താവ് നിന്നോട് കൂടെ. ദൈവം കൂടെ ഉള്ളപ്പോൾ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുകയാണ്. ജീവിതത്തിനൊരു പുതിയ അർത്ഥം ലഭിക്കുകയാണ്. പഴയ നിയമത്തിൽ ആവർത്തിച്ചിട്ടുള്ള അഭിവാദന സ്വരമാണിത്. രക്ഷാചരിത്രത്തിൽ പ്രത്യേകം പങ്കുവഹിക്കുവാൻ വിളിക്കപ്പെടുന്നവർക്ക് കർത്താവ് തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്ത് ധൈര്യം പകർന്ന് അവരെ അയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിളിച്ചവരുടെ കഴിവല്ല, വിളിച്ചവൻ്റെ സാന്നിധ്യമാണ് അവരെയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകതയാണ് കർത്താവ് കൂടെയുള്ള ജനം എന്ന്. ഗോഡ് വിത്ത് അസ്, ദൈവം കൂടെയുള്ളവൻ. ഇസ്രായേൽ ജനം അതാണ് അത് അനുഭവിച്ചിരുന്നത്. അതവരെ മറ്റുള്ള ജനത്തിൽ നിന്ന് വ്യത്യസ്തരാക്കിയിരുന്നു. ദൈവം കൂടെയുള്ള കർത്തൃദാസന്മാരുടെ സവിശേഷതയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം കാത്തു സൂക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അവിടെയാണ് ദൈവം കൂടെ ഇരുന്നു കൊണ്ട് നിന്നെ സംരക്ഷിക്കുന്ന. പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ആയിരിക്കും, നിന്നെ തിരികെ കൊണ്ടുവരും, നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാൻ കൈവിടുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അതാണ് ദൈവം കൂടെയുള്ളവരുടെ പ്രത്യേകത എന്നുകൂടി നാം മനസ്സിലാക്കണം. ദൈവകൃപ കൊണ്ട് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നതിനാലും കർത്താവ് കൂടെ ഉള്ളതിനാലും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നതിനാലും സന്തോഷിക്കുവാൻ ദൂതൻ മറിയത്തെ അഭിവാദനം വഴി ആഹ്വാനം ചെയ്യുകയാണ്. നിശ്ചയമായും മറിയത്തിന് സന്തോഷിക്കുവാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ദൈവം നൽകിയിരിക്കുകയാണ്. ദൂതൻ്റെ അഭിവാദന സ്വരത്തിൽ മറിയം അടിമുടി അസ്വസ്ഥയാവുകയാണ്. ദൂതൻ മറിയത്തിന് നൽകിയ സന്തോഷിക്കുവാനുള്ള ക്ഷണത്തിൻ്റെയും അസാധാരണമായ സംബോധന വാക്കിൻ്റെയും അർത്ഥവും അവൾ ചിന്തിക്കുകയാണ്. ശിശുവിൻ്റെ പിതാവാണ് യഹൂദ പാരമ്പര്യത്തിൽ കുഞ്ഞിന് പേര് നിർദ്ദേശിക്കുക. എന്നാൽ ഇവിടെ ദൂതൻ മറിയത്തോട് പറയുകയാണ്, ശിശുവിന് നീ ഈശോ എന്ന പേര് നൽകണം.
മറിയത്തിൻ്റെ ശിശുവിന് മാനുഷികമായി പിതാവില്ല എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. ജോസഫിൽ നിന്നല്ല ആ ശിശു ഉരുവപ്പെട്ടിരിക്കുന്നത്, സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവന് പേരിടേണ്ടത് ജോസഫ് അല്ല, അവന് പേരിടേണ്ടത് നീയാണ്. അവന് നീ ഈശോ എന്ന് പേര് വിളിക്കണം. ഈശോ എന്ന് പറയുമ്പോൾ കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു രക്ഷകനാണ് നിന്നിൽ നിന്നും കടന്നു വരുന്നത്. കർത്താവ് രക്ഷിക്കുവാൻ, ലോകത്തെ രക്ഷിക്കുവാൻ ഔദാര്യം കാണിച്ചപ്പോൾ അതിന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ അവന് രക്ഷകൻ, കർത്താവ് രക്ഷിക്കുന്നു എന്ന് പേര് നൽകണം. ഈ പേര് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. വലിയവൻ പഴയ നിയമത്തിൽ യഹോവയുടെ മാത്രം അഭിധാനവും ഗുണവിശേഷവുമാണത്. അതിപ്പോൾ യേശുവിന് നൽകുകയാണ്. യേശു വലിയവനായിരിക്കും. യേശു ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ, അവരെ വിമോചിപ്പിക്കുവാൻ, പുതിയ നിയമത്തിൽ ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഭരണം നടത്തുവാൻ കടന്നു വരുന്നവനാണ് ഈ ദൈവപുത്രൻ യേശുക്രിസ്തു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അധികാരം വർണ്ണിക്കുന്നത് ഇങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ മറിയം ചോദിക്കുമ്പോൾ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, സ്വാഭാവികമായി അസാധ്യമായത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം മറിയം തമ്പുരാനോട് ചോദിക്കുകയാണ്. അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവം അതിന് ഉത്തരം പറയുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ വഴി ഇത് സംഭവിക്കും. ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇതേ രൂപത്തിൽ ബൈബിളിൽ ഇവിടെ മറ്റെങ്ങും നമ്മളത് കാണുന്നില്ല. അവൾ ആദ്യാവസാനം കന്യകയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. ജോസഫിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവൾ ഗർഭം ധരിക്കുന്നത് എന്നുള്ള ഒരു സൂചനയാണ് പ്രിയ സഹോദരങ്ങളെ നാം കാണുന്നത്. മറിയത്തിൽ നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. കന്യത്വം ഭംഗമല്ലാതെ പരിശുദ്ധ അമ്മ ഗർഭം ധരിക്കുകയും രക്ഷകനെ പ്രസവിക്കുകയും ചെയ്യുന്നു. താൻ പറയുന്നത് സംഭവിക്കും എന്ന ഉറപ്പിന് അടയാളമായി ദൂതൻ എലിസബത്തിൻ്റെ കാര്യം മറിയത്തോട് വെളിപ്പെടുത്തുകയാണ്. നിൻ്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ട അവൾക്കിത് 6-ാം മാസമാണ്. അപ്പോൾ എലിസബത്തിൻ്റെ ഗർഭകാര്യം മറിയത്തിനോട് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മറിയത്തെ അറിയിക്കുകയാണ് ഗബ്രിയേൽ മാലാഖ. പ്രസാദാത്മകമായ ദൈവത്തിൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് അമ്മ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ സംഗ്രഹിക്കാം. 1, ദൈവപുത്രൻ ജനിക്കുവാൻ കന്യകയുടെ ഉദരം ദൈവം തിരഞ്ഞെടുക്കുകയാണ്. 2, മറിയം എളിയവരുടെ പ്രതിനിധിയായി ആ രക്ഷകനെ സ്വീകരിക്കുവാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ്. 3, മറിയത്തിൻ്റെ സമർപ്പണം മനുഷ്യ അവതാരത്തിന് ദൈവിക തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായ ഒന്നായിട്ട് നാം കാണുകയാണ്. ദൈവപുത്രന് ജനിക്കുവാനുള്ള ഉദരം യേശുവിന് മുമ്പ് രക്ഷാകര ചരിത്രത്തിൽ നാം കാണുന്നത് ദൈവിക പുരുഷന്മാരായ പിതാക്കന്മാരെ, നേതാക്കന്മാരെ, രാജാക്കന്മാരെ, പ്രവാചകന്മാരെ ലോകത്തിന് നൽകുന്നതിന് ദൈവം തിരഞ്ഞെടുത്തത് പ്രായാധിക്യം ബാധിച്ച, ഉദരത്തിൽ നിന്നും വന്ധ്യത്വം ബാധിച്ച,
അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നുമാണ് മനുഷ്യൻ്റെ അപൂർണതയിലൂടെ ദൈവം തൻ്റെ രക്ഷയുടെ കരം നമ്മിലേക്ക് നീട്ടിത്തരികയാണ്. ദൈവപുത്രനായ യേശുവിൻ്റെ ജനനമാകട്ടെ യുവത്വം തുളുമ്പി നിൽക്കുന്ന കന്യകയുടെ ഉദരത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൈവം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ലോകത്തിലേക്ക് വന്നു. നിയമം പ്രവാചകൻ വഴി പൂർത്തീകരിക്കപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ കൃപ നിറഞ്ഞവളിലൂടെ അത് നിറവേറ്റപ്പെടുകയാണ്. അപ്പോൾ ദൈവോത്തരം ജനിക്കുവാൻ കന്യകയുടെ ഉദരം ദൈവം തിരഞ്ഞെടുക്കുകയാണ്. മറിയം എളിയവരുടെ പ്രതിനിധിയാണ്. സാധാരണ പെൺകുട്ടി, അസാധാരണമായ ഒന്നും അവളിലില്ല. അതുകൊണ്ടാണ് അവൾ ചോദിച്ചത്, എങ്ങനെ സംഭവിക്കും, എനിക്ക് പുരുഷനെ അറിയത്തില്ലല്ലോ. നമ്മുടെ ജീവിതഹിതം എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അവളുടെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവൾ ചോദിക്കുകയാണ്. ഞങ്ങൾ മനസ്സമ്മതം മാത്രമേ നടത്തിയിട്ടുള്ളൂ, ഒന്നിച്ച് താമസിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ അവൾ ഗർഭിണിയായാൽ സമൂഹത്തിനത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവളെ കൊണ്ട് സാധ്യമല്ല. സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ആ ഒരു പശ്ചാത്തലത്തിൽ അവൾ വളരെ എളിമയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ദൈവികമായ പദ്ധതിയാണെന്ന് കേട്ടുകൊണ്ട് മറിയം പരിപൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നുവെന്ന് എബ്രായക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണമെന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണമായി തന്നെ ദൈവത്തിന് കൊടുത്ത ഉദരം മാത്രമല്ല, നാം അങ്ങനെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിൽ വന്ന് വസിക്കും. യേശുവിനെ ലോകത്തിന് നൽകുവാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ജനനസമയം പലസ്തീന റോമ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാമ്രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പശ്ചാത്തലം. ദൈവം വാഗ്ദാനം ചെയ്ത ദാവീദിൻ്റെ സന്തതിയായ മെസ്സിയ അവർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് അവർ വിശ്വസിച്ചു. ഒരു രക്ഷകൻ കടന്നു വരുമെന്നുള്ള വിശ്വാസം. അതിൻ്റെ ആത്മീയ പശ്ചാത്തലം അവൻ്റെ ഉള്ളിൽ അവരോട് ദയുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം, അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നു. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി കേണിരുന്നു. സത്യപാതയിൽ നയിക്കാൻ ആത്മീയരില്ലാത്ത ഒരു സാഹചര്യം. നല്ല ഇടയനായ യേശുവിൻ്റെ ജനനം ഒരു സദ്വാർത്തയായി, ആത്മീയമായ ഒരു സദ്വാർത്തയായി മാറുകയാണ്. സാമൂഹികമായ പശ്ചാത്തലം. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് ഉച്ചനീചത്വങ്ങൾ നിലവിലിരുന്നു. കുഷ്ഠരോഗികൾ, സമരിയാക്കാർ, വേശ്യകൾ, ചുങ്കക്കാർ, അവർക്കൊന്നും സമൂഹത്തിൽ സ്ഥാനമില്ലായിരുന്നു. ഇവർക്കെല്ലാം ഇടം കൊടുക്കുവാൻ സദ്വാർത്തയുമായി കടന്നു വരുന്ന ഒരു ദൈവോത്തരൻ്റെ ജനനം സാമൂഹികമായ ഒരു നവോത്ഥാനമായി കാണുകയാണ്. ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വചനം കേട്ടവൾ അസ്വസ്ഥയാകുന്നു. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. മോശയും ഏശയായും ജെറമ്യായും ഒക്കെ നയിച്ച ദൈവമാണ്. അവൾ എന്നിട്ടും അസ്വസ്ഥയാകുന്നു. ദൈവസന്നിധിയിൽ അവൾ കൃപ കണ്ടെത്തുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച് അവളുടെ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രത്യുത്തരം നൽകുന്നത് വഴി രക്ഷകനെ ലോകത്തിന് നൽകുവാൻ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ തേടി ഇന്ന് ആ മാലാഖ എത്തുകയാണ്. യുദ്ധം, ചൂഷണം,
ആഗോളവൽക്കരണം, ഞാനെന്ന അഹംഭാവം ദൈവത്തിന് പിറക്കാൻ ഇന്നിടം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവികമായ പദ്ധതിക്ക് സഹകരിച്ചുകൊണ്ട് മറിയം രക്ഷകനെ ലോകത്തിൽ നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ അസ്വസ്ഥമായ ലോകത്തിൽ ദൈവത്തെ നൽകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആ വിളി മറ്റുള്ളവർക്ക് ഒരു സദ്വാർത്തയായി തീരുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ആഗമനകാലം നമുക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ. മംഗളവാർത്ത മറിയത്തോട് മാത്രമല്ല, നമ്മോടും ദൈവം അറിയിക്കുന്നുണ്ട്. രക്ഷകൻ്റെ മറ്റൊരു രക്ഷകനായി മാറുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു എന്ന്. അതിൻ്റെ വെള്ളിവിളികളോടെ നമുക്ക് സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് നമ്മൾ ഇടം കൊടുക്കാം. മറ്റുള്ളവർക്ക് ഇടം കൊടുത്തുകൊണ്ട് ഒരു ദൈവിക സാന്നിധ്യം നമ്മിലും മറ്റുള്ളവരിലും അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ.